വീട് കാണാൻ ചെല്ലുമ്പം ഈ ഹെക്സാർക്കിൻ്റെ സ്റ്റാഫും ഉണ്ട്, അവിടെ അതിൻ്റെ ഓണേഴ്സും ഓൾറെഡി ഫ്ലാറ്റിനകത്തുണ്ട്, പ്രൊമൈസസിലുണ്ട്. ആ ഓണേഴ്സും ഈ ഹെക്സാർക്കിൻ്റെ എക്സിക്യൂട്ടീവ്സും കൂടിയാണ് നമ്മളെ വീട് തന്നെ വ്യൂയിങ് ഒക്കെ നടത്തിയത്. അപ്പോൾ നമുക്കതൊക്കെ വരുന്നൊരു എക്സ്ട്രാ ട്രസ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണ്. കാരണം ഓണേഴ്സ് ഓൾറെഡി ഇവരായിട്ട് അലൈൻഡ് ആണ്. അപ്പം അത് കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ക്യാച്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീസ് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്ര നാളാണോ നിൽക്കുന്നത്, ഇനീഷ്യൽ എഗ്രിമെൻറ്റ് 2 years ആണ്. ഈ പറയുന്ന 2 years കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പം യൂഷ്വൽ കേസസിലുള്ള പോലെ തന്നെ ഇതിൻ്റെ ലീസ് എമൗണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. നോ പ്രോഫിറ്റ്, നത്തിങ്, ഒന്നും എക്സ്ട്രാ ഒന്നുമില്ല. നമ്മുടെ എത്രയാണോ കൊടുത്തത് ആ എമൗണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. അതായിരുന്നു നമുക്ക് ഇതിലുള്ള ക്യാച്ച്. സെയിം ആസ് ഓണേഴ്സിന് നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോഴുള്ള അതേപോലെ തന്നെയാണ് വർക്കിംഗ് നമ്മുടെ സൈഡിൽ. പക്ഷേ ഓണേഴ്സിൻ്റെ സൈഡിൽ ആക്ച്വലി സംഭവിച്ചിരുന്നത്, ഓണേഴ്സായിട്ട് ഒരു സെപ്പറേറ്റ് എഗ്രിമെൻറ്റ് വെച്ചിരുന്നത്, ഓണേഴ്സിന് ഒരു റെൻ്റലായിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ എമൗണ്ട് എത്രയാണെന്നോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഓണറായിട്ട് സംസാരിക്കാൻ പോലുമുള്ള ഒരു സ്ലാക്ക് ഒരു തരില്ലായിരുന്നു. കാരണം ഓണേഴ്സും നമ്മളും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് പാടില്ല എന്നായിരുന്നു അവരുടെ എഗ്രിമെൻറ്റ്. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ലീസ് എമൗണ്ട് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വരുന്നു. ഓണേഴ്സിന് ആ മാർക്കറ്റ് റേറ്റിനേക്കാളും എക്സ്ട്രാ ഒരു 15-20,000 എക്സ്ട്രാ കൊടുത്തുകൊണ്ട് ഓണേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സംഭവം നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് ഒരു കഴിഞ്ഞ മാസം അവസാനം ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയപ്പോൾ തൊട്ട് പല ടെനൻസിൻ്റെ അടുത്തുനിന്നും അവരുടെ ഓണേഴ്സ് കോൺടാക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മളിത് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ അവർക്ക് എങ്ങനെ ഇത്രയും നിങ്ങളൊരു ഹൈ റെൻ്റൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ അജിൽ എന്ന് പറയുന്ന ഇപ്പോൾ റിമാൻഡിലുള്ള പുള്ളിയായിട്ടാണ് നമ്മൾ അന്ന് വന്ന് സംസാരിച്ചത്. പുള്ളി നമ്മളോട് പറഞ്ഞത്, ഇവർ ഈ പൂൾ ചെയ്യുന്ന ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സാണ് ചെയ്യുന്നത്. ആ ബിസിനസ്സിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് ഇവർ ഈ പേയ്മെൻറ്റ്സ് മുഴുവൻ ചെയ്തു പോകുന്നത്. അത് അത്രയും നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്സാണ് ഇവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് എല്ലാ പ്രൊജക്ട്സും എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. അസറ്റ് മാനേജ്മെൻറ്റ്, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഇവർക്കുണ്ട്. അതിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന പ്രോഫിറ്റാണ് ഇവർക്ക് പോകുന്നതെന്നാണ് നമ്മളെ ഇവിടെ നിന്ന് അറിയിച്ചത്.